ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും അധികം ആരാധകരുള്ള ടീം, അതോടൊപ്പം ഏറ്റവും അധികം പരിഹാസങ്ങൾ ഏറ്റുവാങ്ങിയ ടീം കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. കപ്പടിച്ചിട്ടില്ലെങ്കിലും വീട്ടാനുള്ള കടങ്ങൾ കൂടി വരുന്നു എന്നാണ് പലരും ക്ലബിനെ കുറിച്ച് പറയുന്നത്. ഇതുവരെ കിരീടം നേടാനായിട്ടില്ല എന്നത് തന്നെയാണ് പരിഹാസങ്ങൾക്കും വിമർശനങ്ങൾക്കും എല്ലാം കാരണം. 2024-25 സീസണിലും ടീം ദയനീയമായ പ്രകടനമാണ് നടത്തിയത്. കളിച്ച 3 ടൂർണമെന്റുകളിലും ബ്ലാസ്റ്റേഴ്സ് നിരാശപ്പെടുത്തി. എന്തായാലും വരും സീസണിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് ആരംഭിച്ചു കഴിഞ്ഞു. 18 വർഷമായി IPL കപ്പടിക്കാത്ത RCB വരെ കപ്പടിച്ചു കഴിഞ്ഞു. 2025-26 സീസണിൽ കപ്പ് നേടുക എന്ന വലിയ ഉത്തരവാദിത്തം ബ്ലാസ്റ്റേഴ്സിനുണ്ടെന്ന് അർത്ഥം. കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന ചില താരങ്ങളെല്ലാം ക്ലബ്ബ് വിട്ടുകഴിഞ്ഞു. മുംബൈ സിറ്റി FC താരമായിരുന്ന അമയ് റെനവാഡയെ ബ്ലാസ്റ്റേഴ്സ് പുതിയതായി സൈൻ ചെയ്തു. സീസണിന് മുമ്പ് ടീമിൽ ഇനിയും മാറ്റങ്ങൾ വരുമെന്നാണ് സൂചന. നിലവിൽ ടീമിന്റെ വിദേശ നിരയും അടുത്ത സീസണിന് മുമ്പ് വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നോക്കാം. ഇപ്പോൾ 5 വിദേശ താരങ്ങളാണ് കേരള ബ്ലാസ്റ്റേഴ്സിലുള്ളത്. ദുസാൻ ലഗാറ്റർ, മിലോസ് ട്രിൻസിച്ച്, അഡ്രിയാൻ ലൂണ, നോഹ സദോയ്, ഹെസൂസ് ഹിമിനസ് എന്നിവരാണ് ടീമിനൊപ്പമുള്ള വിദേശ താരങ്ങൾ. ചില വിദേശ താരങ്ങൾ അടുത്ത സീസണിന് മുമ്പ് ടീമിൽ നിന്ന് പുറത്തായേക്കുമെന്നാണ് സൂചന. ഇക്കൂട്ടത്തിൽ ക്ലബിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള താരം മിലോസ് ട്രിൻസിച്ച് ആണ്. മോണ്ടിനെഗ്രയിൽ നിന്നുള്ള പ്രതിരോധ താരമായ ഡ്രിൻസിച്ച് 2023-24 സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുണ്ട്. 2025-26 സീസൺ അവസാനം വരെ താരത്തിന് മഞ്ഞപ്പടയുടെ കരാർ ബാക്കിയുണ്ട്. എന്നാൽ കരാർ പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഡ്രിൻസിച്ച് ക്ലബ്ബ് വിടാനാണ് സാധ്യത. കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് തായ്ലൻഡ് ലീഗിലെ ക്ലബിലേക്ക് ഡ്രിൻസിച്ച് ചേക്കേറിയേക്കുമെന്ന സൂചനകൾ ശക്തമാണ്. നിലവിൽ ടീമിന്റെ നായകനായ ഉറുഗ്വേ സൂപ്പർ താരം അഡ്രിയാൻ ലൂണയും ക്ലബ്ബ് വിടാനുള്ള സാധ്യതകൾ ശക്തമാണെന്നാണ് റിപ്പോർട്ട്. 2021-22 സീസൺ മുതൽ കേരള ബ്ലാസ്റ്റേഴ്സിനൊപ്പമുള്ള ലൂണക്ക് 2027 മെയ് അവസാനം വരെയാണ് മഞ്ഞപ്പടയുമായി കരാർ ബാക്കിയുള്ളത്. എന്നാൽ കേരള ബ്ലാസ്റ്റേഴ്സിലെ കരാർ ലൂണ പൂർത്തിയാക്കാൻ സാധ്യത കുറവാണെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന സൂചനകൾ. കേരള ബ്ലാസ്റ്റേഴ്സിലെ മറ്റൊരു വിദേശ പ്രതിരോധ താരമാണ് ദുസാൻ ലഗാറ്റർ. മോണ്ടിനെഗ്രോ താരമായ ലഗാറ്റോർ കഴിഞ്ഞ സീസൺ 2ാം പകുതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. 2027 മെയ് അവസാനം വരെ കേരള ബ്ലാസ്റ്റേഴ്സുമായി കരാറുള്ള താരം ഈ സീസണിൽ ടീമിൽ തുടരാനാണ് സാധ്യത. അടുത്ത സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള വിദേശ താരമാണ് നോഹ സദോയ്. 2024-25 സീസണിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ താരം 2 വർഷത്തെ കരാറാണ് ക്ലബ്ബുമായി ഒപ്പുവെച്ചത്. മഞ്ഞപ്പടക്കൊപ്പമുള്ള ആദ്യ സീസണിൽ കിടിലം പ്രകടനം കാഴ്ചവെച്ച താരത്തിന് ടീമിന്റെ പുതിയ പരിശീലകൻ ദാവിദ് കറ്റാലയുടെ പദ്ധതികളിൽ ഇടമുണ്ടെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. സ്പാനിഷ് താരമായ ഹെസൂസ് ഹിമിനസും ഈ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരുമെന്നാണ് കരുതപ്പെടുന്നത്. 2024-25 സീസണിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയ താരം ആദ്യ സീസണിൽ കിടിലം പ്രകടനമായിരുന്നു കാഴ്ചവെച്ചത്. കഴിഞ്ഞ സീസണിൽ ടീമിലുണ്ടായിരുന്ന ഒരു വിദേശ താരമാണ് നിലവിൽ 2025-26 സീസണിന് മുമ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ടത്. ഗാന താരം കോമെ പെപ്രയാണ് കരാർ അവസാനിച്ചതോടെ നാട്ടിലേക്ക് മടങ്ങിയത്. പെപ്രക്ക് പിന്നാലെ ഏതൊക്കെ വിദേശ താരങ്ങൾ മഞ്ഞപ്പട വിടുമെന്ന് കണ്ടറിയാം. അടുത്ത സീസണിലെങ്കിലും മികച്ച ടീമുമായി എത്തി കപ്പ് നേടാൻ ബ്ലാസ്റ്റേഴ്സിന് കഴിയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ.